അമ്മ ഇത് കണ്ടോ? എന്താടി? ഞാൻ കൈ കഴുകാൻ വേണ്ടി ടാപ്പ് തുറന്നതും ഇവൻ എന്നെ തള്ളി മാറ്റി. അവൻ ആദ്യം കഴുകട്ടെ. അങ്ങനെ ഇപ്പൊ വേണ്ട. നീ ഒന്ന് അടങ്ങടി. അവൻ ആദ്യം കൈ കഴുകുന്നോണ്ട് നിനക്കെന്താ? ഇവനെന്താ ഇത്ര പ്രത്യേകത? ഞാനല്ലേ ആദ്യം വന്നത്. എടി അവനൊരു ആൺകുട്ടിയല്ലേ. ആൺകുട്ടികൾക്ക് എന്താ പ്രത്യേകത? ഞാൻ ഇവന്റെ ചേച്ചിയല്ലേ. ഇവൻ എന്നോടല്ലേ റെസ്പെക്ട് വേണ്ടേ? വലിയ വാചകമൊന്നും അടിക്കല്ലേ. ചേച്ചി കുട്ടിയെടുത്ത് നീ എങ്ങനെ പെരുമാറുന്നേ? അത് കണ്ടാ ഞാനും പഠിച്ചേ. ജാനിയെ പോലാണോടെ ഇവള്? നീ അവളെ ഇവളെ ഒരുപോലെയാണോ കാണുന്നത്? അല്ല, ഇവള് വെറും തരികടയാ. ചേച്ചിക്കുട്ടിയാ സൂപ്പർ. അവൾ ഇവനെന്തോ കൈവശം കൊടുത്തിട്ടുണ്ട് രത്നമ്മേ, ഉറപ്പാ. ആ, ചേച്ചിക്കുട്ടി എനിക്ക് എന്നും കൈവശം തരും. എനിക്ക് വലിയ ഇഷ്ടമാ. അമ്മമ്മയുടെ കയ്യിലുണ്ടോ? ദേ ചെറുക്ക, എന്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ. ആ, കൊച്ചാണെന്നൊന്നും ഞാൻ നോക്കിയല്ലേ. ആ, എന്താ അമ്മയെ കൈവശം? നല്ല ടേസ്റ്റ് ആണോ അതോ കയ്പാണോ? കണ്ടോ അമ്മയെ കുശുമേ? ഇവൾക്കിട്ട് ഞാനൊരു ഇടിവെച്ചു കൊടുക്കും. അപ്പുണ്ണി അവിടെ ഇരിക്കെ. നീ അല്ലേടാ തുടങ്ങി വെച്ചത്? ഇവക്കാരാ സൂര്യമോളെന്ന് പേരിട്ടത്? കൂരിമോളെന്ന് വിളിച്ചാ പോരെ? നീ പോടാ കുപ്പുണ്ണി. രണ്ടുപേരും വായടച്ച് മിണ്ടാതിരിക്കോ? മനുഷ്യനൊരു സ്വസ്ഥത വേണ്ടേ? കറിയൊന്നുമില്ലേ അമ്മേ? ഇത് പിന്നെ എന്തോന്നാടി? നിന്റെ കണ്ണിന് പിടിച്ചില്ലേ? മാങ്ങാ ചമ്മന്തി അച്ചാറും. എന്നീ അച്ചാറ് മാങ്ങച്ചമ്മന്തി മാത്രമേ ഉള്ളോ? വേറൊന്നുമില്ലേ വീട്ടില്? ഇത് കണ്ടില്ലേ നീ? രസം. ആ, നല്ല രസം. അതിന്റെ മണം അടിച്ചാ മതി, ഓക്കാനം വരും. കൊച്ചമ്മയ്ക്ക് ഞാൻ 4 നേരം ബിരിയാണി പുഴുങ്ങിത്തരാം. നീ ആരാ? ഇളയെടുത്ത് റാണിയോ? എനിക്ക് വേണ്ട ഈ കുന്തം. വേണ്ടെങ്കിൽ എഴുന്നേറ്റ് പോടി. ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്ക് രത്നമ്മേ. പിള്ളേര് പറയുന്നതാണോ കുറ്റം? മീൻചാറോ ചിക്കനോ ഇല്ലാതെ എങ്ങനെയാ ചോറുണ്ണുന്നത്? വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ച ദിവസം മറന്നു. ചേച്ചിക്കുട്ടി ഉണ്ടായിരുന്നപ്പോളേ എല്ലാരും വയറു നിറച്ച് തിന്നുന്ന കാണായിരുന്നല്ലോ. എന്നിട്ട് കുറ്റം പറച്ചിലും. അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, ഉപ്പില്ല, എരിവില്ല, പുളിയില്ല. അമ്മമ്മയ്ക്കാണെങ്കിൽ ചേച്ചിക്കുട്ടി എന്തുണ്ടാക്കി തന്നാലും കുറ്റം. എന്നിട്ട് 2 പ്ലേറ്റ് ചോറുണ്ണു. ഇപ്പൊ എന്ത് പറ്റി? ഇറങ്ങുന്നില്ലേ? രത്നമ്മേ, ഇവന്റെ ഈ ചെറിയ വായിലെ വലിയ വർത്താനം പറച്ചിലുണ്ടല്ലോ, ഇപ്പോഴേ നിയന്ത്രിച്ച് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ഇവൻ നിന്റെ തലേ കയറിയിരിക്കും. പറഞ്ഞേക്കാം. എനിക്ക് മാങ്ങാ ചമ്മന്തി അച്ചാറും മതി. അമ്മയുടെ മാങ്ങാ ചമ്മന്തി അച്ചാറും സൂപ്പർ അല്ലേ? വേറൊന്നും കിട്ടാനില്ല. രത്നമ്മേ, നീയേ ആ വിജയനെ വിളിച്ച് ജാനി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ. അവളെ അങ്ങനെ അമ്പലപ്പുഴ പോയി കിടന്ന് സുഖിച്ചത് മതി.